ഹലോ ഗൈസ്, ന്യൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ക്ലിനിക്കിൽ ചെന്നപ്പോൾ ചോറും കറികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എന്താ ഫുഡ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചപ്പോൾ ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന് തോന്നി. കുക്കർ ബിരിയാണി ആണെങ്കിൽ കുട്ടികൾക്കും ജിതേഷേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുക്കർ ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളുമില്ല. അപ്പോൾ ഉള്ള സാധനങ്ങളും കൊണ്ട് വെച്ചിട്ട് ഞാൻ ഒരു കുക്കർ ബിരിയാണി റെഡിയാക്കാം കേട്ടോ. തട്ടിക്കൂട്ട് ബിരിയാണി ഞാൻ ഇതിന് പറയണേ. ഇതിൽ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ബിരിയാണി മസാല, 2 ടീസ്പൂൺ തൈര് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ടൊരു കുക്കർ വെച്ചിട്ട് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഗരം മസാലയല്ല, കറുകാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഇടേണ്ടത്. ഞാൻ മറന്നുപോയി അതിടാൻ. ആദ്യം ഉള്ളി കുഴപ്പമില്ല, ഉള്ളി കുറച്ച് നീക്കി വെച്ച് ഞാൻ ഈ പട്ടയും ഗ്രാമ്പൂ ഏലക്കായ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇത് കുറച്ച് നല്ലോണം വഴന്ന് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക്, 2 പച്ചമുളക്, ഒരു തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഉള്ളിയും തക്കാളിയൊക്കെ വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച മസാലകളെല്ലാം ഇതിലിടുക. മല്ലിപ്പൊടി വേണമെങ്കിൽ മല്ലിപ്പൊടി ഇടാം കേട്ടോ. ഞാൻ മല്ലിപ്പൊടി ഇട്ട ഒരു കുത്തിൽ വരും, അതുകൊണ്ട് ഇടാത്തത്. കാരണം എല്ലാ സംഭവങ്ങളും ഇതിലിടാനില്ലല്ലോ. ക്യാരറ്റ് അങ്ങനെ പച്ചക്കറി കുറച്ച് വേണം, പിന്നെ മല്ലിയില വേണം, കറിവേപ്പില വേണം, ഇതൊന്നുമില്ല. ഇതെല്ലാം കൂടെ ഇട്ടാലേ ഇതിന് കുക്കർ ബിരിയാണിൻ്റെ ശരിക്കും ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അത് ഞാൻ ഇഞ്ചിയും റെഡിയാക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അതിൻ്റെ പേസ്റ്റാണ് ഉപയോഗിച്ചത്. അതിലേക്ക് ആ കുറച്ച് ചിക്കൻ കൂടെ ഇട്ട് ഇളക്കി, ചിക്കൻ എത്ര ഗ്രാമൊന്നും കറക്റ്റ് അളവൊന്നും അറിയില്ല, അത് ഇട്ട് ഇളക്കിയിട്ട് അതിന് മേലെ ഞാൻ കഴുകി ഊറ്റി വെച്ച അരിയുണ്ട്. ഞാൻ എടുത്ത് വെച്ച കപ്പില്ലേ, 1 കപ്പ് അരി ഉണ്ടായിരുന്നു. ആ അരി കഴുകി ഊറ്റി അതിലേക്കിട്ട് ആ എടുത്ത് വെച്ച കപ്പിൽ 1.25 കപ്പ് വെള്ളം എടുത്തിട്ട് കുക്കറിൽ ഒഴിക്കുക. നമ്മൾ ഏത് കപ്പിനാണോ എടുക്കണത് അതിൻ്റെ 1.25 കപ്പ് കൂടുതൽ എടുക്കണം. കാരണം അത് ഇരട്ടിയാണ് വെക്കേണ്ടത് അളവ്. പക്ഷെ കുക്കറിലാവുമ്പോൾ ഇരട്ടി വേണ്ട, ഒരു 1/4 ഭാഗം വെള്ളം കുറച്ച് വെച്ചാൽ മതി. അങ്ങനെ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ട് ഇളക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് കുക്കർ അടച്ചു വെക്കാം കേട്ടോ. ഒരു 2 വിസിൽ വന്നിട്ട് നമുക്ക് ഓഫാക്കിയിടാം. ആവി പോയതിന് ശേഷം തുറന്ന് ഉപയോഗിക്കാം. എൻ്റെ തട്ടിക്കൂട്ടി ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ വിശന്ന് നിൽക്കുകയാണ്, ഫുഡ് കഴിക്കാൻ എന്നെ വിളിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.